ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിനു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഇന്ന് മാൽദീവ്സിലെ ഒരു ഫാമിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഈ ബാക്കിൽ കാണുന്നതെല്ലാം ഫാമാണ് കേട്ടോ. തണ്ണിമത്തൻ്റെ സീസണാണ് കേട്ടോ. നോമ്പൊക്കെ വരണോണ്ട് ഇവിടെ തണ്ണിമത്തൻ്റെ കൃഷിയാണ്. ഇവിടെ മുഴുവനായിട്ടും കൃഷി നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തൻ്റെ കൃഷിയൊക്കെയാണ് കേട്ടോ നടക്കണേ. ഈ ഒരു ഭാഗത്ത് തണ്ണിമത്തനാണ് അവർ മെയിനായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വൈകുന്നേര സമയങ്ങളിലാണ് ഇവർ സാധാരണ വന്നിട്ട് വെള്ളം നനയ്ക്കുന്നതും അതുപോലെ തന്നെ ചെടികളുടെ അതായത് കൃഷി ചെയ്യുന്നതിൻ്റെ ഓരോ പരിപാലനമൊക്കെ നടക്കുന്നത് വൈകുന്നേര സമയങ്ങളിലാണ്. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വെയിലൊന്ന് താഴുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇവരുടെ ഫാമിൽ വന്ന് കൃഷിയും കാര്യങ്ങളും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പിൻ്റെയൊക്കെ ടൈം ആയതുകൊണ്ട് മാർച്ച് മുതൽ ഫെബ്രുവരി ലാസ്റ്റ് തൊട്ട് മാർച്ച് ആ ടൈമിൽ നോമ്പിൻ്റെ ടൈമാണ്. അപ്പോൾ അപ്പോഴ് ഇവർക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ തന്നെ ഈ കൃഷിയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇതൊരിങ്ങനെ സീസൺ ബേസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് റയറായിട്ടാണ് കുറച്ച് പേരൊക്കെയാണ് അല്ലാണ്ട് ഫുൾ ടൈം കൃഷി ചെയ്യണത്. ഇതുണ്ടോ, ഇത് ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ വേറെ കാഴ്ചയൊക്കെ കിടക്കും. ഇത് കുക്കുംബർ കൃഷി കേട്ടോ. ഇതുണ്ടോ, ഒരു കുക്കുംബർ നിൽക്കുന്നുണ്ടോ. ഇതിന് നല്ലോണം ആയി വരുമ്പോഴത്തേക്ക് അവരെടുക്കും. എനിക്ക് പിന്നെ വേറൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കപ്പ നടാൻ അറിഞ്ഞൂടാ കേട്ടോ. ഇത് കണ്ടോ, ഇത് കപ്പയാണ്. കപ്പ നടാൻ മാത്രമേ ഇവർക്ക് അറിഞ്ഞൂടാ. ഇതുണ്ടോ, കൂട്ടത്തോടെ നട്ട് വെച്ചേക്കുന്നത്. ഇതുണ്ടോ, ഇത് മുളക് കൃഷി കേട്ടോ. ഇവിടെ മുളക് കൃഷി, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇതുണ്ടോ പപ്പായ കൃഷി. പപ്പായ, പിന്നെ ഇവിടെ ഫുള്ള് കൃഷിയാട്ടോ. അല്ല നൈസ് കൃഷിയാണ്. വലിയ വലിയ പപ്പായ കേട്ടോ. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇതൊക്കെ വളമാണെന്ന് തോന്നുന്നു കേട്ടോ. പാഷൻ ഫ്രൂട്ട്, വലിയ പാഷൻ ഫ്രൂട്ടാട്ടോ. എല്ലാം നല്ല വലുപ്പമുള്ള പാഷൻ ഫ്രൂട്ടാണ്. വാഴക്കൃഷി, ഇവിടെ താഴെക്കൃഷി വലിയ കുഴി എടുത്തിട്ട് അതിനകത്താണ് കൃഷി ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഇതിനകത്തുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പ്, ഒരു കുഴിയാട്ടോ. നമ്മുടെ വാഴ കൃഷി വലിയ കുഴി എടുത്തിട്ട് അതിനകത്താണ് ഒരു ചെയ്യുന്നത്. ഇത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുഴി എടുക്കുന്നുണ്ട്. കിണറാട്ടോ ഇത്, വെള്ളത്തിൻ്റെ കിണറാണ്. വലിയ ബാരലൊക്കെ വെച്ചിട്ട് അടച്ചു കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിവിടെ പണ്ട് തൊട്ടേ ഉള്ളൊരു കിണറാണ് കേട്ടോ. ആദ്യത്തെ കിണറങ്ങാണ്ടാണ് ഇവിടുത്തെ. അതാണ് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്. അടുത്ത ഫാമിങ് ഏരിയയാണ് ഇത്. ഇവിടെ ഇപ്പോൾ ഓരോന്നായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഈ സൈഡിൽ കൂടെ ഇത് മുളക് കൃഷിയാണ് കേട്ടോ. ഇതുണ്ടോ മുളകില്ലേ, നമ്മുടെ മാൽദീവിയൻ ചില്ലി, മാൽദീവിയൻ മുളകാണ് ഇതൊക്കെ. അത് പെർമിഷൻ ചോദിച്ചേട്ടാ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, പുറത്തോട്ടാണോ തുറക്കണേ? ഇങ്ങോട്ടായാലും തുറന്നു. അമ്പടാ മോനെ, ഇത് നോക്ക്, കൃഷിയാട്ടോ. ഇത് പന്തൽ കെട്ടി ഇതിനകത്ത് ഈ മുളക് കൃഷിയാണ്. സൂപ്പർ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ലെറ്റസ് ലീഫാണ് കേട്ടോ. ഇത് വലിയ എന്ത് മരുന്നടിച്ചിട്ടായിരിക്കും ഇത്രയും വലുതായി നിൽക്കണമെന്ന് അറിയാത്. ഇതുണ്ടോ മുളക്, നമ്മൾ ഒടങ്കല്ലി മുളകില്ലേ, ഉണ്ട മുളക്, അതാ ഐറ്റം. ഇതുണ്ടോ ഇതിനകത്തിങ്ങനെ നിൽപ്പുണ്ട് ഒടങ്കല്ലി മുളക്.
സെറ്റ് സൂപ്പർ കേട്ടോ, സൂപ്പർ. ഇത് കണ്ടോ, ഒരു ഫാമിൻ്റെ അകത്തൂടെ ഇപ്പോൾ ഞാൻ നടന്നു പോണേ. എല്ലാം ഒരാൾ പൊക്കം ഉണ്ട് കേട്ടോ. ഈ മുളക് തൈയല്ല, ഈ മുളക് നല്ല ഹൈറ്റിലാണ് വളർന്നേക്കുന്നത്. ഏട്ടെ ഇവരുടെ ഉച്ചയ്ക്കത്തുള്ള പ്രെയർ കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ ഫാമിലാണ് കേട്ടോ, ഇവരുടെ പരിപാടികളൊക്കെ. സെറ്റ് ലെറ്റ്യൂസ് ലീഫും എല്ലാം കൊണ്ടും സൂപ്പർ. സൂപ്പറായിട്ട് കേട്ടോ ഇവരുടെ ഈ ഫാമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാട്ടിൻ്റെ അകത്താണെങ്കിലും അവരുടെ കൃഷി ചെയ്യുന്ന സ്ഥലം നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫാം കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.